ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ ബാഡ് അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. ഒരു 3 അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പക്ഷേ ഇത്തരത്തിൽ ബാഡ് അപ്ഡേറ്റ് വന്നാലും നമുക്കതിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിലായി പറഞ്ഞുതരാം. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിൻ്റെ ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമല്ലോ. നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നിരന്തരം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും എന്ന് കരുതിക്കൊണ്ട് നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട്. ഇത്തരത്തിൽ വീഡിയോയിലൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നതും ഇത്തരത്തിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാറുണ്ട്. പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു മുട്ടം പണിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ചെയ്താൽ കൂടി കിട്ടുന്നത്. അതായത് നമ്മുടെ ഓഡിയൻസ് എല്ലാം നമ്മുടെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്താൽ കൂടി നോട്ടിഫിക്കേഷൻ പോകത്തില്ല. അതെന്തുകൊണ്ടാണ് പോകത്തില്ല വെച്ചാൽ യൂട്യൂബ് ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നു അല്ലേ, നമ്മളെല്ലാവരും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ്. അങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ റെഗുലറായിട്ടുള്ള വ്യൂവേഴ്സിന് നോട്ടിഫിക്കേഷൻ പോകും. റെഗുലറായിട്ട് നമ്മുടെ വീഡിയോ വേണം എന്ന് കരുതിക്കൊണ്ട് കാണുന്നവർക്ക് നോട്ടിഫിക്കേഷൻ പോകും. അല്ലാത്തവർക്ക് ഇപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും എടുക്കുന്നു, വല്ല അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ചാനലിലാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുക. വല്ലപ്പോഴും അപ്ഡേറ്റ് ഒക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീഡിയോസ് ഇടാണ്ട് റെഗുലറായിട്ട് ഇടാണ്ട് വല്ലപ്പോഴൊക്കെ ഇടുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കുറയും. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത് കുറയും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പോകാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം വല്ലപ്പോഴും നമ്മൾ ക്രിയേറ്റേഴ്സാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. വല്ലപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ ഈ റെഗുലറായിട്ട് വീഡിയോ കാണണം എന്നുള്ളവർക്കടക്കം നോട്ടിഫിക്കേഷൻ പോകാണ്ടാവും. പിന്നെ അതൊരു കാരണം, നമ്മൾ ക്രിയേറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു കാരണം. രണ്ടാമത്, ഈ ഒരു വ്യൂവേഴ്സ് അവർ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടും കാണുന്നില്ല, സ്കിപ്പ് ചെയ്യുന്നു. അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അവർ ക്ലിക്ക് ചെയ്യുന്നില്ല, അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് വെച്ചാൽ അവർക്ക് പിന്നെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കത്തില്ല. അത്തരം ആളുകൾക്ക് പിന്നെ നമ്മുടെ വീഡിയോസ് അയക്കത്തില്ല. അതും നമുക്കുള്ള ശരിക്കും ക്രിയേറ്റേഴ്സിനുള്ള പണി തന്നെയാണ്. കാരണം നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത് നോട്ടിഫിക്കേഷനിലൂടെ നല്ല വ്യൂസ് വന്ന് അത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ സ്റ്റെപ്പായിട്ട് വ്യൂസ് നല്ല രീതിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്യാൻ പറയുന്നത്. പക്ഷേ ക്രിയേറ്റേഴ്സായിട്ടുള്ള നാം പുതുമയോടുകൂടി നന്നായിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിൽ നിന്നുള്ളൊരു മോചനം ലഭിക്കാൻ വേണ്ടി കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക, റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ നോക്കുക. അങ്ങനെയാണ് നമ്മുടെ ഓഡിയൻസിന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫാമിലീസ് നമ്മുടെ വീഡിയോസ് കണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടുക, നല്ല നല്ല കണ്ടൻറ്റ് കൊണ്ടുവരിക, പുതുമയാർന്ന കണ്ടൻറ്റുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക, ഓഡിയൻസിനെ എൻഗേജ്ഡ് ആക്കുക. പിന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, അതായത് നമ്മുടെ ലോ ഹിസ്റ്ററി ആണെങ്കിൽ, നമ്മളിപ്പോൾ യൂട്യൂബ് സൈൻ ഇൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി വെച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതല്ലെങ്കിലും യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് ലോ ഹിസ്റ്ററി, യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഓപ്പൺ ആക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ട് കാണും, ഒരു ബ്ലാങ്ക് പോലെ. അപ്പോൾ അത് സാധാരണ എന്താ വെച്ചാൽ, അങ്ങനെ ബ്ലാങ്ക് കാണുമ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സിനുള്ള വ്യൂസ് കുറയുകയാണ്. ഇതൊരു ബ്ലാങ്ക് കാണുമ്പോൾ ആ ഒരു വ്യൂവേഴ്സായിട്ടുള്ള ആൾ വീണ്ടും യൂട്യൂബിലോട്ട് വരാനുള്ള പ്രവണത കുറയുന്നു എന്നുള്ളത് കൊണ്ട് അതും കുറയും. ഓക്കെ, വ്യൂസ് കുറയും. പിന്നെ മൂന്നാമത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ. ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഈ ക്ലിപ്പ് നമ്മുടെ ചെറിയ ചെറിയ പാർട്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫാമിലി ഒരുപാട് മെമ്പേഴ്സിനൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും. വാട്സപ്പ് ത്രൂ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ആ ക്ലിപ്പിൻ്റെ ചെറിയൊരു ലിങ്ക് വരും അതിന്. അത് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ വലിയ വീഡിയോയിലോട്ട് വരും. ഈ ക്ലിപ്പ് ചെറിയ ഏത് പാർട്ടാണോ വേണ്ടത് അത് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ഈ ക്ലിപ്പിൻ്റെ ഉപയോഗം. അപ്പോൾ അത് ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പം അതും വ്യൂസിന് വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യം, വ്യൂസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂട്യൂബിൻ്റെ ഈ ഒരു ബാഡ് അപ്ഡേറ്റ് വന്നു എന്ന് കരുതിയിട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട. യൂട്യൂബ് തീർച്ചയായിട്ടും പുതിയ നല്ല നല്ല അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഉപകാരപ്പെടും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ ഫാമിലി അറിയണം എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ പോകാത്ത. ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇപ്പം എൻ്റെ നോട്ടിഫിക്കേഷൻ പോകുന്നതില്ല, എൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമോ, എവിടെയോ എന്തോ ഒരു ട്രബിൾ ഉണ്ട്, എനിക്ക് ഒന്ന് മാറ്റി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ അപ്ഡേറ്റും കൂടി സ്ഥായീകരിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിക്ക് ഞാൻ ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക. നോട്ടിഫിക്കേഷൻ യൂട്യൂബ് കൊടുത്തില്ല എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ വ്യൂവേഴ്സായിട്ടുള്ളവർ വീഡിയോ കാണുന്നതിലൂടെ തന്നെയാണ് അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അവർ കാണുന്നതിലൂടെ നമുക്ക് ഒരു എൻഗേജ്മെൻറ്റ് കിട്ടും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന ആ ഒരു ഫസ്റ്റത്തെ ഇംപ്രഷൻ, ആ നോട്ടിഫിക്കേഷൻ പോയി കാണും എന്നുള്ള രീതിക്കാണ് നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടൈമിംഗ് ആണ്. നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യും എന്നുള്ള ഒരു ടൈമിംഗ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ ടൈമിങ്ങിലൂടെ തന്നെയാണ് നിങ്ങളുടെ വീഡിയോ വൈറലാവാനുള്ള സാധ്യത. അല്ലാണ്ട് എപ്പോഴെങ്കിലൊക്കെ ഇട്ടു, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇട്ടു, എന്നും 4 മണിക്ക് ഇടുന്ന ആൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇട്ടു, സ്ഥിരതയില്ലാത്ത ടൈമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ടൈമിംഗ് നിങ്ങൾ മനസ്സിലാക്കുക. തമ്പനയിൽ ടൈറ്റിലൊക്കെ വളരെ കൃത്യമായിട്ട് നല്ലൊരു പഞ്ച്വാലിറ്റിയോടുകൂടി കൊടുക്കുക. നേരം പോക്കിന് വേണ്ടി ചെയ്ത പോലെയുള്ള അവിടെ നിന്നുള്ള വീഡിയോസ് ഇടാതിരിക്കുക. അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ
ഈ ആളുകൾ കാണുന്ന മനോഭാവം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടില്ല. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ഓഡിയൻസാണ് നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്. ഏതൊരു ക്രിയേറ്റേഴ്സിൻ്റെയും ഏതൊരു ചാനൽ കൊണ്ട് നടക്കുന്ന ഒരാളുടെയും കരുത്ത് നമുക്ക് ഒരു ഫാമിലി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാമിലി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ധൈര്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ്, ഞാനും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ കട്ടായ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഏത് കണ്ടൻറ്റ് ഇട്ടാലും നമുക്ക് വിജയിപ്പിച്ച് വരാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നമ്മുടെ ഫാമിലിയുടെ കൂട്ടായ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ സപ്പോർട്ട് നിലനിർത്താൻ നല്ല നല്ല കണ്ടൻറ്റ് ഇടുക, നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോ ഇടുക. നിങ്ങൾ എന്താണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് റെഗുലറായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക. യാതൊരു കാരണവശാലും വിട്ടു നിൽക്കാതെ വീഡിയോസ് ഇടുക. ഇതിൽ നിന്ന് വിട്ടു നിന്നാൽ ഇപ്പോൾ എൻ്റെ ചാനലിലുള്ള വ്യൂസ് വളരെ കുറവാണ്. കാരണം ഞാൻ വിട്ടു നിന്ന് എൻ്റെ സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിക്കാത്തതൊക്കെ കൊണ്ടാണ് നമ്മൾ വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരുന്നത്. പക്ഷേ വാട്സപ്പിലൊക്കെ എന്ത് ഡൗട്ട് ചോദിച്ചാലും എന്ത് കാര്യങ്ങളായിട്ട് സർവീസൊക്കെ ആയിട്ട് വന്നാലും ഞാൻ ഉടനെ സർവീസ് എടുക്കാറുണ്ട്, ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. വീഡിയോസ് എടുക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഇതുപോലെയൊന്നും പെട്ടെന്ന് കിട്ടാറില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നതിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് സാഹചര്യം ശരിയാകുമ്പോൾ ഞാൻ വേഗം വീഡിയോസ് എടുക്കുന്നതായിരിക്കും. കാരണം ഇൻഫർമേഷൻ തരിക എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫാമിലിക്ക് ഡെവലപ്മെൻറ്റായി നല്ല രീതിയിൽ വീഡിയോസ് ഇടാനും മോട്ടിവേഷനും കിട്ടാനും നല്ല രീതിയിൽ അവർ ചാനൽ കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ക്രിയേറ്റേഴ്സൊക്കെ അവർക്ക് പ്രയോജനം ആണ്. എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, സ്റ്റെപ്പായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ചാനലിൽ ഡെവലപ്മെൻറ്റ് ആകുന്നത് വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.